കഴിയില്ല. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദന്മാരുടെ അവസ്ഥ വല്ലാത്ത പരിതാപകരമാണ്. അതിനേക്കാളും വലിയ മോശമാണ് ഇന്നത്തെ ഓരോ മഹലിന്റെ അവസ്ഥ. ഒരിക്കലും ഇതൊന്നും പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഇന്ന് ഓരോ മഹല്ലുകളും എന്തിനേറെ ഇന്ന് പരിപാലനമല്ല നടക്കുന്നത്, ഭരണമാണ് നടക്കുന്നത്. അതിന്റെ ഏറ്റവും സുപ്രധാനപ്പെട്ട കാരണം പണ്ടത്തെ കാലഘട്ടത്തിലൊക്കെ നമുക്കറിയാം, ഒരു പള്ളിയിൽ ആരെങ്കിലും പരിപാലിക്കാൻ കയറണമെങ്കിൽ അത്രമേൽ അള്ളാഹുവിനെ ഭയമുള്ള പടച്ചവനെ പേടിയുള്ളവർ മാത്രമായിരുന്നുവെങ്കിൽ ഇന്ന് ഇലക്ഷനാണ്, ഇന്ന് വോട്ടാണ്, നീ എനിക്ക് വോട്ട് ചെയ്യണം, പ്രതിപക്ഷം ഭരണപക്ഷം എന്നൊക്കെ പറഞ്ഞ് എതിർകക്ഷികൾ എന്ന് പറഞ്ഞ് ചേരി ചിരിഞ്ഞിട്ട് അള്ളാഹുവിന്റെ പള്ളിയിൽ പോലും ഒന്ന് ആലോചിച്ചു നോക്കിയൊക്കെ വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുപ്പിലൂടെയാണ് അധികാരത്തിലേക്ക് കടന്നു വരുന്നത്. ഇനി അധികാരം കിട്ടിക്കഴിഞ്ഞാലോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെയേറെ വിഷമം തോന്നുന്നുണ്ട്. കേരളത്തിലെ 70-80% മഹല്ലുകളെങ്കിലും ഇന്ന് ആ ഒരു രീതിയിലേക്ക് പോയി എന്ന് ഓർക്കുമ്പോൾ വല്ലാത്ത സങ്കടമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഉസ്താദന്മാരുടെ അവസ്ഥയും പരിതാപകരമായിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കുക, ഏറ്റവും കുറഞ്ഞ തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്യുന്നവർ, 10-12 രൂപയ്ക്ക് ജോലി ചെയ്യുന്നവർ ഈ കാലഘട്ടത്തിനനുസൃതമായി നിങ്ങൾ ചെലവുകളും കൂട്ടി നോക്കുക. ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടുമുട്ടിക്കാൻ പെടാപാടുപെടുമ്പോ എന്നാലും അവർക്ക് പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും സമുദായത്തിലും സമൂഹത്തിലും ഒറ്റപ്പെടുത്തലുകളും മാത്രമാണ് അവർക്കുള്ളത്. ഇന്ന് ഏതെങ്കിലും ഒരു പള്ളിയിലേക്ക് ജോലിയിൽ കയറണമെങ്കിൽ ആദ്യം എന്താണ് ടെസ്റ്റാ ചെയ്യുന്നത്? ആദ്യം ഇന്ന് ഗ്രൂപ്പാകുന്ന ഗ്രൂപ്പ് മുഴുവനും ജോലി പോസ്റ്റ് ഒഴിവ് വരും. എന്താ ജോലി പോസ്റ്റ് ഒഴിവ് വരുന്നത്? നല്ല ശ്രവണ സുന്ദരമായ മനോഹരമായ ഖിറാഅത്ത് വേണം, ഖതീബിനെ കാണാൻ ഉഹദ് മല പോലെ നല്ല ശരീരം വേണം, മിമ്പറിന്റെയും മിഹ്റാബിന്റെ അകത്ത് നിന്ന് നിറയണം എന്ന രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ട് സൗന്ദര്യം വേണം, ഗ്ലാമർ വേണം. ഇതൊക്കെയാണ് ഇന്നൊക്കെ നോക്കുന്നത്. ഇന്ന് നോക്കിയിട്ട് ഒരു പഹലിലേക്ക് കൊണ്ടുവന്നിട്ട് ടെസ്റ്റ് ചെയ്യുന്നത് ആരാ? പള്ളിയിലെ സെക്രട്ടറിയും പ്രസിഡന്റും സുബഹിക്കാത്ത ചിലപ്പോൾ ആൾക്കാരായിരിക്കാം. പാർട്ടി പോലും അറിയാത്തവൻ അവരാണ് വന്നിട്ട് ഉസ്താദുമാരെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. എന്നാൽ അൽഹംദുലില്ലാഹ് നല്ല മഹല്ലുകാരുണ്ട്, ഒരിക്കലും അവരെ നമ്മൾ ഒരിക്കലും മാറ്റി നിർത്തപ്പെടുകയില്ല. നല്ല മഹല്ലുകാരുണ്ട്, അവർക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. നല്ല പരിപാലകരുണ്ട്, ഉസ്താദുമാരോട് രമ്യതയിൽ സംസാരിക്കുന്ന, അവരോട് സ്നേഹത്തോടു കൂടി പറയുന്ന മഹല്ലുകൾ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന നല്ല നല്ല പരിപാലകരുണ്ട്. എന്നാൽ ഇതുപോലത്തെ മോശമായ രീതിയിൽ എന്റെ പ്രിയപ്പെട്ട പരിപാലകർ കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഓരോ ഉസ്താദന്മാരെയും നിങ്ങളുടെ ഇച്ഛപ്രകാരം നിങ്ങൾ അവരുടെ മനസ്സിനെ മാനസികമായി വേദനിപ്പിച്ചിട്ട് നിങ്ങളുടെയൊക്കെ മഹല്ലുകളിൽ നിന്ന് പറഞ്ഞു വിടുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, ആ ഉസ്താദിന്റെ മനസ്സെങ്ങാനും വേദനിച്ചിട്ടുണ്ടെങ്കിൽ പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം ഞാൻ നിങ്ങളോട് പറയാണ്. എന്റെ പ്രിയപ്പെട്ട പൊന്നു സഹോദര, നമ്മൾ രക്ഷപ്പെടുമെന്ന് ഒരു കാലത്തും നമ്മൾ സ്വപ്നം കാണണ്ട. എത്രയോ ആളുകൾ ഇതുപോലെ അവസാനം രോഗം വന്ന് വിഷമിച്ച് ദുനിയാവിൽ കിടന്ന് നരകിച്ചു മരിക്കേണ്ടി വന്നു. കാരണം ഇതുപോലെ നൂറുകണക്കിന് ഉസ്താദന്മാരുടെ ശാപം വാങ്ങിയവർ. ആലോചിച്ച് നോക്കുക, ഉസ്താദിനോട് പറയാം, ഉസ്താദേ റമദാൻ വരെ ജോലിയുള്ള ഇന്ന് പല മഹല്ലുകളിലും റമദാൻ കഴിയുമ്പോൾ പലരും പോകാൻ വേണ്ടി നിൽക്കുകയാണ്. പോകാനല്ല, പലരെയും കത്ത് കൊടുത്തിരിക്കുകയാണ് പറഞ്ഞു വിടാൻ വേണ്ടി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക പ്രിയപ്പെട്ടവർ, എത്ര ആ മഹല്ലിനെ നല്ല രീതിയിൽ കൊണ്ടുപോയ ഉസ്താദ് എന്തോ ഒരു ചെറിയ വിഷയത്തിന്റെ പേരില് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഒരു മഹലിലെ ഉസ്താദിനെ മടുത്തു, അത് സ്വാഭാവികമാണ്. എന്നാൽ നിങ്ങൾ ഒരു മഹലിലേക്ക് കയറുമ്പോൾ നിങ്ങൾ പറയണം, ഒരു 3 വർഷ കാലാവധി പറയണം. ഇതെന്റെ ഓരോ മഹല്ലുകാർക്കും വേണ്ടി ഞാൻ നന്മയ്ക്ക് വേണ്ടി പറയുകയാണ്. ആരോരും എന്തെങ്കിലും എതിരഭിപ്രായം പറയാനോ നിങ്ങൾക്ക് എന്നോട് കോപമുണ്ടാകാൻ വേണ്ടി ഞാൻ പറയുന്നതല്ല പ്രിയപ്പെട്ടവരെ. ഈ സമുദായത്തിൽ, ഈ സമൂഹത്തിൽ ദുഃഖം തളം തെട്ടിക്കിടക്കുന്ന ഈ ഒരു അവസ്ഥയെ എങ്ങനെയെങ്കിലും ഒന്ന് ആശ്വാസത്തിന്റെ തീരത്തേക്കും കരവിറ്റ് കയറ്റേണ്ട പ്രിയപ്പെട്ടവരെ. ഇന്നും ഇങ്ങനെ മഹല്ലുകൾ തമ്മിൽ, ഉസ്താദും മഹല്ലുകാരും തമ്മിൽ, ഉസ്താദും കമ്മിറ്റിക്കാരും തമ്മിൽ അടികൂടി നടന്നാ മതിയോ? ചീത്ത വിളിച്ചും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പൈചാരി നടന്നാ മതിയോ? ഇതിനൊക്കെ ഒരു രമ്യതയും പരിഹാരവും വേണ്ട പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഞാനൊരു സൊല്യൂഷൻ നിങ്ങളോട് വെക്കുകയാണ്. നിങ്ങൾ ഒരു ഉസ്താദിനെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഖതീബിനെ നിങ്ങൾ കയറ്റുമ്പോ നിങ്ങൾ ഒരു 3 വർഷത്തെ ഗ്യാരണ്ടി കൊടുക്കുക. 3 വർഷം കഴിയുമ്പോൾ ഉസ്താദേ എന്റെ മഹലിൽ 3 വർഷം നിങ്ങൾക്ക് സേവനം തുടരാം. എന്നിട്ട് നിങ്ങൾക്ക് 3 വർഷം കഴിഞ്ഞിട്ട് നിങ്ങളുടെ പ്രവർത്തനം, അതുപോലെ തന്നെ നിങ്ങളുടെ സേവനം അൽഹംദുലില്ലാഹ് നമുക്ക് തൃപ്തിയാണെങ്കിൽ വീണ്ടും നമ്മളൊരു 3 വർഷം കൂടെ നിങ്ങൾക്ക് തരും, അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത മഹലിലേക്ക് പോകണം എന്ന് പറയുമ്പോൾ അതൊരു സമാധാനത്തിന്റെ വാക്കാണ്. അതാണ് നല്ലത്. ഇനി അല്ല, ഒരു ഉസ്താദിനെ നിങ്ങൾക്ക് പറഞ്ഞു വിടണം, നിങ്ങൾക്ക് മതിയായി എങ്കിൽ 1 മാസം മുമ്പ് അല്ലെങ്കിൽ കേവലം ഒരു 2 മാസം മുമ്പ് ആ ഉസ്താദിനോട് സ്നേഹത്തോടെ, ഉസ്താദേ അൽഹംദുലില്ലാഹ് നിങ്ങളുടെ സേവനമൊക്കെ തൃപ്തിയായിരുന്നു, അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞു ഉസ്താദിന് നല്ല രീതിയിൽ ഒരു സ്വീകരണം കൊടുത്തിട്ട് ആ ഉസ്താദിനെ നല്ല രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞ് യാത്രയക്കാൻ വിട്ടുകഴിഞ്ഞാൽ അതാണോ ഒരു നല്ല പരിപാലകര്? അതാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ പള്ളി പരിപാലനം. അല്ലാതെ ഇലക്ഷന് കയറി വോട്ടും പിടിച്ച് കയറിയിരുന്നിട്ട് പാവപ്പെട്ട
പാവപ്പെട്ട മഹലിലെ പള്ളിയിലെ ഹത്തീബ് ഉസ്താദിനെയും സേവനം ചെയ്യുന്ന മുഅദ്ദിനെയും അതുപോലെ മുഅല്ലിമീങ്ങളെയും വേദനിപ്പിക്കുന്ന പരിപാലകരുണ്ടോ? വല്ലാഹി പടച്ച തമ്പുരാനെ തന്നെയാണ് സത്യം. നിങ്ങളൊന്നും ഒരു കാലഘട്ടത്തിലും രക്ഷപ്പെടുമെന്ന് കരുതേണ്ട പ്രിയപ്പെട്ടവരെ. കാരണം കണ്ണുനീരോടുകൂടിയാണ് പല ഉസ്താദന്മാരും 4, 5, 6 കൊല്ലം കഷ്ടപ്പെട്ട് സേവനം ചെയ്ത് ആത്മീയതയുടെ തിരിവെളിച്ചം ആ നാട്ടിൽ കെടാതെ സൂക്ഷിച്ചു കൊണ്ടുപോയി ഒരുപാട് മക്കൾക്ക് വിദ്യാഭ്യാസം പറഞ്ഞു കൊടുത്ത് ഇൽമുകൾ നുകർന്നു കൊടുത്ത പ്രിയപ്പെട്ട ഉസ്താദ് നെഞ്ചുപൊട്ടി വിങ്ങുന്ന ഹൃദയത്തോടെ പടിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഒരു രംഗമുണ്ടല്ലോ, അതൊക്കെ അസഹനീയമാണ്. അതൊക്കെ എന്റെ പ്രിയപ്പെട്ട പരിപാലകരെ നിങ്ങൾ കാണിക്കുന്ന ഏറ്റവും വലിയ അസഹിഷ്ണുതയാണ്. ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടായിക്കൂടാ? നിങ്ങൾ ഈ അധികാരം ഇങ്ങനെ മേടിച്ചു പിടിച്ചാ പോരാ, നാളെ അള്ളാഹുവിന്റെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യമാ. നിങ്ങൾ എന്ത് കരുതി ഇവിടെ അങ്ങോട്ട് സുഖിച്ചു പോകാമെന്നോ? എന്റെ പ്രിയപ്പെട്ട സഹോദര ചിന്തിക്കണം. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ഭരണം അവിടെ നിന്ന് ഉമർ തങ്ങളെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ ഉമർ തങ്ങൾ ഇറങ്ങി ഓടി. ഉമർ തങ്ങൾ പറഞ്ഞു, എനിക്ക് വേണ്ട, കാരണം അധികാരം കിട്ടിയ അതനുസരിച്ച് എനിക്ക് ചെയ്യണം. പാവപ്പെട്ടവനെയും പണക്കാരനെയും തൊഴിലാളിയെയും എല്ലാവരെയും എനിക്ക് ഒരുപോലെ കാണണം എന്ന് പറഞ്ഞ് എല്ലാവരെയും ചേർത്ത് നിർത്തണം. അവസാനം എല്ലാവരും കൂടെയാണ് നിർബന്ധിച്ചാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഈ അധികാരം ഏൽപ്പിച്ചു കൊടുത്തത്. എന്നാൽ ഇന്ന് പാവപ്പെട്ടവനൊരു നിയമം, പണക്കാരന് വേറൊരു നിയമം, പാവപ്പെട്ടവനെ കാണുമ്പോൾ അവന് വേറെ നിയമം പറഞ്ഞു കൊടുക്കുന്ന തരത്തിലേക്ക് നമ്മൾ ആരുടെ ഭവനത്തിലാണ് ഇരിക്കുന്നതെന്നൊരു ഓർമ്മ വേണം പ്രിയപ്പെട്ടവരെ. അതുപോലെ എനിക്ക് പറയാനുള്ളത്, പള്ളി പരിപാലകരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മറ്റുള്ളവരെ പോലെയല്ല. 5 നേരത്തെ നിസ്കാരവും കൃത്യമായി നിസ്കരിക്കുന്ന, ഖുർആൻ ഓതുന്ന ആത്മീയ ബോധമുള്ളവരായിരിക്കണം ഈ ഭാഗത്തേക്ക് കടന്നു വരേണ്ടത്. അല്ലാത്തടത്തോളം സംബന്ധിച്ചിടത്തോളം വല്ലാത്ത അപകടമായിരിക്കും പ്രിയപ്പെട്ടവരെ. നമുക്ക് മരിക്കണ്ടേ? എത്രയോ പേര് മരിച്ചുപോയി, നമുക്ക് കവറിൽ പോയി നല്ല പോലെ കിടക്കണ്ടേ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇൽമ പഠിച്ച, ഖുർആൻ പഠിച്ച 10, 12, 14 കൊല്ലം പഠിച്ച പാവപ്പെട്ട ഉസ്താദ് അവരെന്തിനായി സേവനം ചെയ്യുന്നത്? ഇന്ന് പലരെയും ചോദ്യമാണ്, ഉസ്താദ് നിങ്ങൾക്ക് എന്ത് ജോലിയാ ഇവിടെ ഉള്ളത്? നിങ്ങൾക്ക് എന്ത് ജോലിയാ പള്ളിയിലുള്ളത്? നമ്മൾ പറയുന്നതും കേട്ട് വല്ല ഉണ്ടെങ്കിൽ തിന്നും കുടിച്ചും കിടന്നോളണം എന്ന് പറയുന്നവരോട്, എന്ത് ജോലിയാണെന്ന് ചോദിക്കുന്നവരോട് നിങ്ങളുടെയൊക്കെ കുരുന്നു മക്കളെ കൊണ്ടിരുത്തി ഫ്രണ്ട് എടുത്ത് കൊടുക്കുമ്പോ കഷ്ടപ്പെട്ട് ഇൽമ പറഞ്ഞു കൊടുക്കുന്നില്ലേ, അറിവ് പറഞ്ഞു കൊടുക്കുന്നില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആ പാവപ്പെട്ട ഉസ്താദന്മാർ ഇന്ന് പെരുന്നാളിന് പോലും എല്ലാവരും വീട്ടിൽ പോകും, എല്ലാവർക്കും അന്ന് മുഴുവൻ ലീവാണ്. എന്നാൽ പാവപ്പെട്ട പള്ളിയിലെ ഉസ്താദിന് ലീവില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക. തൊട്ടടുത്തുള്ള വീട്ടിലെ എല്ലാ മക്കളും ഇങ്ങനെ വീട്ടിൽ കുടുംബക്കാരൊക്കെ ഒരുമിച്ച് കൂടുമ്പോ ഈ പള്ളിയിലെ ഉസ്താദിന്റെ വീട്ടിലെ മക്കളും ഭാര്യയും തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് എവിടെ 12 രൂപ ശമ്പളത്തിന് വേണ്ടി പള്ളിയിൽ കിടക്കാണ്, അതിന് പോലും ലീവ് കൊടുക്കാതെ പള്ളിയിൽ വേണം ഡ്യൂട്ടി. എന്റെ പ്രിയമുള്ളവർ, ഇന്ന് ഡ്യൂട്ടി ആയിട്ട് കണ്ട് പള്ളിയിലെ ഉസ്താദന്മാരെ ജീവനക്കാരനായിട്ട് കണ്ടിട്ട് അവരോട് പെരുമാറുന്ന മോശമായ രീതിയിലാണെങ്കിൽ പടച്ചറപ്പിനെ തന്നെയാണ് സത്യം, നമ്മളൊക്കെ ഒരുപാട് വേദനിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ എന്റെ പ്രിയപ്പെട്ട പള്ളി പരിപാലകരോട് നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണിത്. കാരണം ഒരു പള്ളി അള്ളാഹുവിന്റെ ഭവനത്തെ നല്ല രീതിയിൽ പരിപാലിച്ചു കഴിഞ്ഞാൽ നാളെ അർശിന്റെ തണല് കിട്ടുന്ന 7 വിഭാഗത്തിൽ ഒരു വിഭാഗം നിങ്ങളാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. എത്ര മനോഹരമാണ്! മാത്രമല്ല നിങ്ങൾക്ക് വല്ലാത്ത അനുഗ്രഹങ്ങളാണ് അല്ലാഹു തആല തരുന്നത് അല്ലാഹുവിന്റെ പള്ളിയുമായി ബന്ധപ്പെട്ടതുകൊണ്ട്. പക്ഷേ ആ പള്ളിയെ മോശമായ രീതിയിൽ നിങ്ങൾ നയിച്ചു കഴിഞ്ഞാൽ ഈ ദുനിയാവിൽ വെച്ച് തന്നെ നിങ്ങൾ വേദനിക്കേണ്ടി വരും. 3 പേരുടെ ദുആ നിങ്ങൾ പേടിക്കണം. ഒന്ന് മാതാപിതാക്കളുടെ ദുആ, 2 അക്രമകാരികളുടെ ദുആ, 3 ഇൽമ പഠിച്ച ആലിമീങ്ങളുടെ ദുആ. കാരണം അവർ പ്രവാചകന്മാർക്ക് തുല്യരാണ്. അൽ ഉലമാഹു വറസത്തുൽ അംബിയാ, അംബിയാക്കളുടെ അനന്തരാവകാശികളാണ് ഉലമാക്കള്. അതുകൊണ്ട് അവരോട് അസഭ്യമായി സഭ്യതയില്ലാത്ത വാക്കുകൾ പറയുന്നവരോട് എന്റെ പ്രിയപ്പെട്ടവരെ പറയാനുള്ളത്, നമുക്ക് അള്ളാഹുവിന്റെ ഇൽമിനോട് ഖുർആൻ പഠിച്ചവരോട് മോശമായ രീതി പെരുമാറരുത്. പടച്ചോൻ ഉസ്താദുമാരോട് സംസാരിക്കണം. പണ്ടൊക്കെ ഉസ്താദെ എന്നൊക്കെയാണ് പണ്ടുള്ളവർ വിളിച്ചിരുന്നത്. ഇന്ന് ഉസ്താദന്മാരെയൊക്കെ വിളിക്കുന്നത് തന്നെ മോശമായ വാക്കുകൊണ്ടാണ്. അതുകൊണ്ട് ഈ റമദാൻ കഴിഞ്ഞിട്ട് എത്രയോ പള്ളികളിൽ അല്ലാഹുവേ ഉസ്താദന്മാരെ പിരിച്ചുവിടാന്ന് അതാണെന്ന് പറയുന്നത്, പിരിച്ചുവിടാൻ പോവാന്നാ പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയാം, നമുക്ക് മരിക്കണം, നമുക്ക് കബറിൽ പോയി നല്ലപോലെ കിടക്കണം, നമുക്ക് സ്വർഗം വേണം. ഇതൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പരിപാലകനാണെങ്കിൽ മാന്യമായ രീതിയിൽ ഇന്നൊക്കെ മഹല്ലുകൾ, പള്ളികളൊക്കെ എത്രയോ സ്ഥലങ്ങളിൽ പൊളിക്കപ്പെടുന്നു, മദ്രസകൾ പൂട്ടപ്പെടുന്നു. ഇസ്ലാമിന്റെ എന്തിനേറെ ഇസ്ലാം പോലും
അസ്തിത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതൊരു ഭാഗത്ത് നടമാടുമ്പോഴാണ് ഇവിടെ ഈ കാണുന്ന മോശമായ രീതിയിൽ എന്റെ പ്രിയപ്പെട്ടവരെ നടമാടപ്പെടുന്നത്.